ഹലോ! വെൽക്കം ടു മൈ ന്യൂ സാറ്റർഡേ വ്ളോഗ്. കഴിഞ്ഞ വ്ളോഗിലും ഈ വ്ളോഗിലുമുള്ള ഒരേ ഒരു കോയിൻസിഡൻസ് ഞാൻ അന്നും ഇന്നും ഇട്ടത് എന്റെ ഹസ്ബൻഡിന്റെ ഷർട്ട്. ഇതിന്റെ കംഫർട്ട് ഒന്ന് വേറെ തന്നെയാ അല്ലേ? സോ ഇന്നത്തെ മെയിൻ അജണ്ട ഓണസദ്യ കഴിക്കാൻ പോവാണ്. ഇതാണ് ജയക്കുട്ടിയുടെ അറ്റയർ, ഇതാണ് എന്റെ അറ്റയർ. ഈ അറ്റയറിന്റെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട് കേട്ടോ. ഞാൻ കല്യാണം കഴിച്ച് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എന്റെ മദർ ഇൻ ലോ സങ്കല്പത്തിലുള്ള മരുമകൾക്കായി വാങ്ങിക്കൂട്ടിയ കുറെ ഡ്രസ്സുകളിൽ ഒന്നാണിത്. കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നെങ്കിലും അമ്മ വാങ്ങിച്ച എല്ലാ ഡ്രസ്സും എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു. ആകെ ഒറ്റൊരു സമാധാനം, അമ്മ ഈ ലോകത്തിനോട് വിട പറയുന്നതിന് മുമ്പ് തന്നെ ആ വാങ്ങിച്ചു കൂട്ടിയ എല്ലാ ഡ്രസ്സും ഞാൻ അമ്മനെ ഇട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, ജീക്കുട്ടി ഇട്ടത് ഒരു പ്രോപ്പർ പട്ടുപാവാടയല്ല കേട്ടോ, ഒരു കോട്ട് സെറ്റിന്റെ അല്ല ഒരു പാവാട ഇട്ട് ഒപ്പിച്ചു. സദ്യ കഴിക്കാൻ പോവല്ലേ, വല്ല സാമ്പാറൊക്കെ തെറിച്ചാലോ. ഇനി എന്റെ മിനുക്ക് പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ മോയ്സ്ചറൈസർ വാരി തേച്ച് അതിന്റെ മേലെ ഫൗണ്ടേഷനും സൺസ്ക്രീനും ഒരേപോലെ എടുത്ത് മിക്സ് ചെയ്ത് അത് മുഖത്ത് തേച്ച് ആദ്യം കോൺക്രീറ്റ് ഇട്ടു. എല്ലാത്തിനും ബ്രഷ് ഉണ്ടെങ്കിലും അത് കാലാകാലമായി യൂസ് ചെയ്യാത്തത് കൊണ്ടും കഴുകി വൃത്തിയാക്കി വെക്കാത്തത് കൊണ്ടും അതൊന്നും യൂസ് ചെയ്തില്ല. ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്തു, ഐലൈനർ ഒന്ന് ഇട്ടു, കുറച്ച് ഐ ഷാഡോ ഇട്ടു. കുറെ കാലങ്ങളായി ഇത് ഇട്ടിട്ടില്ലാത്തത് കൊണ്ട് ആ ഫ്ലോ അങ്ങോട്ട് പോയി. പിന്നെ കുറച്ച് ബ്ലഷും കോമ്പാക്ട് പൗഡർ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തു. അപ്പോഴാണ് ഞാൻ എന്റെ നഖത്തിൽ പൊളിഞ്ഞു കിടക്കുന്ന നെയിൽ പെയിന്റ് കണ്ടത്. ഒന്നും നോക്കില്ല, എല്ലാം ചുരണ്ടി കള്ളു പോക്കി. അതിനിടയ്ക്ക് ജയക്കുട്ടിനെ ഒന്ന് പിടിച്ചു കെട്ടി അവിടെ മുടി ഒന്ന് സെറ്റാക്കി. നമ്മൾ വിഷയത്തിന് തെന്നി മാറുന്നു അല്ലേ? ഇതിപ്പോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയല്ലോ. വാ നമുക്ക് കാര്യത്തോട് കിടക്കണ്ടേ. കാർ കയറേണ്ട താമസം, എന്റെ മോൾ ആ മുടിയിലുള്ള സാധനമൊക്കെ വലിച്ചൂരി തന്നിട്ടുണ്ട്. അങ്ങനെ ആ നട്ടുച്ചക്കുള്ള പൊള്ളുന്ന വെയില് ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോയത് മദീന ചായ സെന്ററിലെ NH47ലാണ്. UAE ഞങ്ങളുടെ എല്ലാ ഓണത്തിലും ഞങ്ങളുടെ കൂടെ കൂടുന്ന ഒരു കൂട്ടുകാരനാട്ടോ അത്. ഒരു സിംഗിൾ ഫോട്ടോ പോലും എടുക്കാൻ സമ്മതിക്കാൻ തന്നെ ചെറുതിനെ കണ്ടോ നിങ്ങള്? ഇപ്പൊ നോക്കിക്കോ എന്റെ അതേ പോസ് കാലോണ്ട് ചെയ്യുന്നത്. എന്താ അല്ലേ? ഫോട്ടോ എടുപ്പിന് ശേഷം ഞങ്ങൾ NH47 ഉള്ളിൽ കയറി ഇതാ സദ്യ കണ്ടില്ലേ. ഹാവ്, കാണുമ്പോൾ തന്നെ എന്തൊരു കുളിർമയാ. ആദ്യം ജീക്കുട്ടിന്റെ വയറ് നിറച്ചതിന് ശേഷം ഞാനും ഇരുന്ന് കഴിച്ചു. കൊള്ളാം, നല്ല സദ്യ. സദ്യ കഴിച്ച് പുറത്തെത്തിയപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയി നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചൊന്ന് ഫ്രഷ് ആയി കിടന്ന് ഉറങ്ങാൻ തോന്നി. 1 മണിക്ക് ഉറങ്ങേണ്ട ജയക്കുട്ടിനെ 3 മണിക്ക് ഉറക്കി കിടത്തി. ഇനി ഇന്ന് രാത്രി ശിവരാത്രി പോലെ വീട് കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം കൂടി കാണിച്ചു തന്നിട്ട് പോയിക്കോളൂ. ഇന്ന് എന്റെ 3rd സോളോ മൂവി നൈറ്റ് ആണ്. എല്ലാവരും ഒരേ സ്ഥലത്തിൽ നല്ല അഭിപ്രായം പറയുന്ന ലോക എന്ന് പറഞ്ഞ മൂവി കാണാൻ പോവാണ്. ജയക്കുട്ടിയെ ഞങ്ങൾ ഇതുവരായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസിൽ കൊണ്ടുപോയിട്ടില്ല. സോ മോൾ വന്നതിന് ശേഷം ഞാനും എന്റെ ഹസ്ബൻഡും ഒരുമിച്ച് കണ്ട സിനിമകളും വളരെ കുറവാണ്. അൽമറിയ മോളിലെ 369 സിനിമാസിലാണ് ഞാൻ ലോക കാണാൻ പോയത്. തിയേറ്ററിനുള്ളിൽ കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എന്താണ് അവിടെ കണ്ടത് സ്ക്രീൻ. പിന്നെ ഒറ്റക്ക് സിനിമക്ക് പോകുന്നതിന്റെ സുഖം അതൊന്നും വേറെ തന്നെയാണ്. അപ്പൊ ശരി, ബാക്ക് ടു ഹോം ആൻഡ് മോം ഡ്യൂട്ടീസ്. ബൈ.